പിടിക്കണേ ഞാൻ കുത്തി പിടിക്കണേ കാലിന്റെ തൊലി ആയിട്ട നേരം അപ്പ കപ്പ കുറച്ച് താഴേക്ക് പിടിക്ക അടക്ക് നീ അത് വിട്ടെ തലമേക്ക് പിടിക്കണേ പിടിക്കണേ അയാ കുഞ്ഞി കണ്ടോ ഞാനങ്ങ് പിടിക്കുമ്പോ എനക്ക് രണ്ട് മൃഗത്തെ പിടിക്കാൻ കിട്ടിയ ഞാനായിട്ടും കൈ വെക്കുന്നു നമ്മ കൊടുത്തോ അപ്പൊ രണ്ട് കപ്പ കിട്ടീനെ ഒന്ന് അപ്പുറത്തേക്ക് അമ്മക്ക് കൊടുത്തയച്ചു അച്ഛൻ്റെ ശേഷം ഒന്ന് ഇത് നഷ്ടന് ഇത് വലിയ കഷ്ണം കൊടുക്കുന്നുണ്ട് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നേരത്തെ കപ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു നച്ച് തിന്നുന്നുണ്ട് അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കുറച്ച് മീൻ വാങ്ങിനെ ഈ പ്രാച്ചീരെ കുഞ്ഞിയാണ് ചെറിയ പുഴമീനില്ലേ എന്റെ കുഞ്ഞിയാണ് അപ്പൊ ഇവിടെ വരുമ്പോ കണക്കൊന്നും ഒരു ഭയങ്കര ക്ഷീണം പോലെ ചെറിയ തലവേദന അല്ലെ ഒരു മൂടില്ല അപ്പൊ എന്നാലും അതാ മീൻ വെക്കും അതിന്റെ വീഡിയോയിലൊന്നും ചെറുങ്ങനെ കാണിക്കാം അല്ലെ ഏട്ടൻ നോക്കണേ കൊറേ ആയി എല്ലാം മീനിന്റെ വീഡിയോ ചെയ്യാത് അല്ലേ 2-3 ദിവസമായില്ലേ കൊറേ ദിവസമായി അപ്പൊ കൊറേ ദിവസം നടക്കാൻ മീനിന്റെ വീഡിയോ ചെയ്യുന്നേ ഞാനും ഒരു കഷ്ണം തിന്നട്ടെ ക്ഷീണം മാറും അല്ലേ മാറൂലേ നല്ലോണം പെഴുത്തിന് ഇത് വീഴുകയും ചെയ്തു അല്ലേ അത് കുറച്ച് ഹൈറ്റിലുണ്ട് അതിനോട്ടാ ഇത്ര മണ്ടേ ചെറിയ കഷ്ണം ഇത്ര മണ്ടായാലും പകുതി മതി ഇല്ല അത് പറയുന്നത് റെസ്റ്റ് എടുക്ക് എന്ന് പറയുന്നുണ്ട് അതിന് മീൻ വെക്കുന്നതെന്ന് അത്ര വലിയ റെസ്റ്റ് വേണം നീയല്ലേ വെക്കുന്നത് ഞാനല്ല ഇന്നലെ കുറച്ച് പണിയെടുത്തിനെ കുറച്ച് നമ്മളെ റോഡിന്റെ അവിടെ കുറച്ച് കല്ലെല്ലാം ഇട്ടു അല്ലെ ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞാനും ഏട്ടനും കൂടി കുറച്ച് പണി അവിടെ കല്ലെല്ലാം ഇട്ട് പണിയെടുത്തിന് അപ്പൊ കുറച്ച് ആ വെയിലിൽ തന്നെ എടുത്തു അതാണ് എന്താ മധുരം അപ്പൊ ഇതാ നമ്മുടെ പ്ലാച്ചി അപ്പൊ അല്ലാതെ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കത്രിക ഉണ്ടാകുന്നു അല്ലേ അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇതിലേക്ക് കഴിഞ്ഞ് മസാലപ്പൊടികൾ ചേർക്കണം സിമ്പിളായ മസാലപ്പൊടികളാണ് അല്ലേ പുളി ചേർക്കുന്നുണ്ടാ നമ്മളിങ്ങോട്ട് ഈ മുളശത്തുനിന്ന് പുളി ചേർക്കൂല കേട്ടാ പുളി അങ്ങനെ ചേർക്കില്ല കുറെ വിമർശനം ഉണ്ടാവും എന്നാലും നമുക്കറിയാം പക്ഷെ നമുക്ക് ഇങ്ങനെ ഇഷ്ടം അല്ലേ ഇങ്ങനത്തെ പരൽമീനെല്ലാം പുളി ചേർക്കാതെ വെക്കുന്നത് നമുക്ക് ഇഷ്ടം നമ്മളിങ്ങോട്ട് അധികം ആൾക്കാർ ഇങ്ങനെ വെക്കല് ഇങ്ങനത്തെ മീൻ അല്ലേ പുഴമീൻ പുളി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ തനതായ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് മല്ലി കുറച്ച് കുരുമുളക് കിട്ടുവാ കുരുമുളക് പൊടിയുണ്ട് കുരുമുളക് പൊടി ഇതാ കൂടുതൽ വേണ്ട അല്ലേ കുറച്ച് കൂടുതൽ ഇടാം മുളയിച്ചാണ് ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം മസാലയൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് വെളിച്ചം വെക്കേണ്ടത് ഇതിൽ പച്ചമുളക് ഉള്ളി ഒന്നും നമ്മൾ ഇടുന്നില്ല വെറും പൊടികൾ മാത്രം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആണ് സാരമില്ല ഓരോ നാട്ടിലും ഓരോരോ കുക്കിംഗ് രീതി ഉണ്ടാവും ബാക്കിയുള്ള മീനിൽ നമ്മൾ പുളി ചേർക്കലുണ്ട് ഇങ്ങനത്തെ ഈ പുഴ മീൻ മാത്രമാണ് ഈ പുഴ അല്ലേ ബാക്കിയെല്ലാം ചേർക്കും പ്രത്യേകിച്ച് ഈ പുഴ പാരില്ലേ അല്ലേ വെച്ചോട്ടോ
പുള്ളിയെ അപ്പോ ഇങ്ങനെ നമ്മുടെ മീൻകറി വെക്കുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനത്തെ മീൻ പുളിയില്ലാതെ വെക്കുന്നവര് അല്ലെ? ഇങ്ങനത്തെ മീൻ നമ്മയെ വെക്കുന്നില്ല. ഇങ്ങനെ വെക്കുന്നത് നോക്കാല്ല ഉണ്ടാവുമോ നോക്കാല്ല. ഇത് പൊട്ടി കൊടുക്കാം. ഓക്കെ വേവട്ടെ. ഇപ്പൊ എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി. ഇതാണ് ആ സാധനം അല്ലെ? അപ്പോൾ നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഇനി എന്നാണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയായി കേട്ടാ. ഇത്രേ പണിയില്ല ഇനി അല്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ടേ. എടുത്തു നോക്കാം അല്ല എന്നാല് തൊട്ടുകൂട്ടാൻ. അപ്പൊ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടേ. ഒരു 2 കഷ്ണം എടുക്കാം. 2 കഷ്ണം മതി 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 മതി. ചാറൊന്നും ഉണ്ടാവില്ല. മതി മതി. ചാറുണ്ടാ മതി മതി. ഇന്ന് വേറെ കറിയൊന്നുമില്ല. ചൂട് ചോറും എന്താ ഉപ്പിട്ട മാങ്ങയുണ്ട്. എന്നാണ് കഴിക്കാം. ആദ്യം നമ്മുടെ മീനെന്നെ ഒന്ന് നോക്കേ. മാത്രമേ നോക്കട്ടെ. ഇതാണ് ശരിക്കും മീനിന്റെ രുചി കിട്ടല് കേട്ടാ. പ്രത്യേകിച്ച് പുഴ മീനാകുമ്പം ഈ കറി മാത്രം മതി കേട്ടാ. ഇട്ട മാങ്ങയുണ്ടേ. ഇതാ ഇങ്ങനെ ഇടുക. ചോറും മിക്സ് ആക്കുക. എന്നാ പിന്നെ ഞാനിത് കഴിക്കട്ടെ. സംഭവം സൂപ്പറാണ്. എന്നാ പിന്നെ ഓക്കെ.